മഹാരാഷ്ട്ര മന്ത്രിസഭാ സത്യപ്രതിജ്ഞ വൈകിട്ട് 4 മണിക്ക് നാഗ്പൂരിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 30 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. 15 പേർ ബിജെപിയിൽ നിന്നും, 8 പേർ ശിവസേനയിൽ നിന്നും, 7 പേർ എൻസിപിയിൽ നിന്നും മന്ത്രിമാരാകും. ഫട്നാവിസ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും അടക്കം ആകെ 43 മന്ത്രിമാരാണ് ഉണ്ടാവുക. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഏറെ നീണ്ട പ്രതിസന്ധികൾക്കൊടുവിലാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മഹാരാഷ്ട്ര എത്തുന്നത്. എന്താണ് വിവരങ്ങൾ? മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച വളരെ സജീവമാവും നീണ്ടും നിരുന്നു. അതിന് തുടർച്ചയെന്നോണമാണ് ആ ചർച്ചകൾ അനിശ്ചിതത്തിലായതുപോലെ തന്നെയാണ് മന്ത്രിസഭാ വികസനം സംബന്ധിച്ച്, മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ ഒടുവിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് 30 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന സൂചനയാണ് വരുന്നത്. അപ്പോഴും അനിശ്ചിതത്വമുണ്ട്. എത്ര മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഔദ്യോഗികമായൊരു പ്രതികരണം പ്രധാനപ്പെട്ട പാർട്ടികളുടെ BJP, NCP, ശിവസേന പാർട്ടികളുടെ നേതാക്കൾ ആരും വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ്. 30 പേർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന വിവരമാണ് ഒടുവിൽ വരുന്നത്. ഇതിൽ 15 പേർ BJPയിൽ നിന്ന് മന്ത്രിമാരാകും, 7 പേർ NCPയിൽ നിന്നും, 8 പേർ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്നും മന്ത്രിമാരാകുമെന്നതാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. അപ്പോഴും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട്. നാഗ്പൂരിൽ 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ആരൊക്കെ മന്ത്രിയാകുമെന്നതിലും ഇപ്പോഴും അനിശ്ചിതത്വവും ചർച്ചകളും തുടരുകയാണെന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വാർത്ത. ഫട്നാവിസ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി, ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിമാരായി 2 പേർ, അങ്ങനെ 43 പേർ, ഇതുൾപ്പെടെ 43 പേർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നതാണ് ഒടുവിൽ അറിയുന്നത്. അങ്ങനെയെങ്കിൽ 30 പേർ കഴിഞ്ഞാൽ ബാക്കി 10 മന്ത്രിസ്ഥാനങ്ങൾ ഒഴിച്ചിടും. ആ ചർച്ച പിന്നീട് നടത്തും. അപ്പോഴും മന്ത്രിമാരെ പൂർണ്ണമായി സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് ചർച്ചകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി നാഗ്പൂരിൽ BJP നേതാവും മുഖ്യമന്ത്രിയുമായ ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തുകയാണ് BJP. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.